Hi students, welcome back. Today we are going to discuss exercise 11.2, first question from three-dimensional geometry. Are you ready? Let us start. Show that three lines with directional cosines 12 by 13, minus 3 by 13, minus 4 by 13. 4 by 13, 12 by 13, 3 by 13. 3 by 13 minus 4 by 13, 12 by 13 are mutually perpendicular. How we can show that these three lines are perpendicular? By using the directional cosines. If two lines have the directional cosines L1, M1, N1, L2, M2 and N2, ഇവര് perpendicular ആണെങ്കിൽ ടു ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ L1 ഇൻറ്റു L2 പ്ലസ് M1 ഇൻറ്റു M2 പ്ലസ് N1 ഇൻറ്റു N2 ഈസ് ഈക്വൽ ടു 0. Then these two lines are perpendicular. Understood? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്ഷണൽ കൊസൈൻസ് 12 by 13 minus 3 by 13 minus 4 by 13, 4 by 13, 12 by 13, 3 by 13. ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ടു ലൈൻസിൻ്റെ ഡയറക്ഷണൽ കൊസൈൻസ്. അപ്പോൾ ഈ ടു ലൈൻസ് പെർപെൻഡിക്കുലർ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യണത്? ഇതാണ് L1, ദിസ് ഈസ് L1, ദിസ് ഈസ് M1 ആൻഡ് ദിസ് ഈസ് N1, ദിസ് ഈസ് L2, M2, N2. Then ഈ രണ്ട് ലൈനും ഡയറക്ഷണൽ കോസൈൻസ് 12 by 13 minus 3 by 13 minus 4 by 13, 4 by 13, 12 by 13, 3 by 13 ഉള്ള ഈ ടു ലൈൻസ് പെർപെൻഡിക്കുലർ ആണോ എന്ന് നമ്മൾ ഷോ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നോക്കുക, L1, L2 പ്ലസ് M1, M2 പ്ലസ് N1, N2 0 ആണെന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്കിവിടെ 12 by 13 ഇൻറ്റു 4 by 13 plus minus 3 by 13 into 12 by 13 plus minus 4 by 13 into 3 by 13. Okay. Then 12 into 4 means that is 48 by 169 minus 36 by 169 minus 12 by 169. Then 48 minus 48 by 169, that is equal to 0. Therefore these two lines are perpendicular. നമ്മുടെ L1, L2 plus M1, M2 plus N1, N2 is equal to 0. So we can say that these two lines are perpendicular. These two lines are perpendicular. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡയറക്ഷണൽ കോസൈൻസ് ഇതും അതുപോലെ ഇതും എടുത്തിട്ട് ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ഇത് രണ്ടും വെച്ചിട്ട് ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്ഷണൽ കോസൈൻസ് 4 by 13, 12 by 13, 3 by 13. Then 3 by 13 minus 4 by 13, 12 by 13. ഈ ഡയറക്ഷൻ കോസൈൻസ് ഉള്ള ലൈൻസ് പെർപെൻഡിക്കുലർ ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. L1, L2 പ്ലസ് M1, M2 പ്ലസ് N1, N2 ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ 4 by 13 ഇൻറ്റു 3 by 13 plus 12 by 13 into minus 4 by 13 plus 3 by 13 into 12 by 13. That is 12 by 169 minus 48 by 169
plus 36 by 169. Okay, but 12 plus 36 means that is 48 minus 48 by 169. That is equal to 0. Therefore, these two lines are perpendicular. These two lines are perpendicular. Okay, then next, ഇപ്പോൾ നമ്മൾ ഇതും ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്തു, ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റും ലാസ്റ്റും ആ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഡയറക്ഷണൽ കൊസൈൻസ് എന്ന് പറയുന്നത്, ഡയറക്ഷണൽ കൊസൈൻസ് ഓഫ് ദി ലൈൻസ് എന്ന് പറയുന്നത് 12/13 minus 3/13 minus 4/13. Then next 3/13 minus 4/13 12/13. ഓക്കെ, അപ്പോൾ മുമ്പത്തെ കൂട്ട് തന്നെ L1 L2 means 12/13 into 3/13 plus minus 3/13 into minus 4/13 plus minus 4/13 into 12/13. 12 into 3 means that is 36. 36 by 169 plus 12 by 169 minus 48 by 169. That is 36 plus 12 means 48 minus 48 is equal to 0. Therefore, these two lines are perpendicular. So, we can say that the three lines with directional cosines 12/13 minus 3/13 4/13 12/13 3/13 3/13 minus 4/13 12/13 are mutually perpendicular. Means these three lines are mutually perpendicular. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ലൈനിൻ്റെ ഡയറക്ഷണൽ കൊസൈൻസ് വെച്ചിട്ട് L1 L2 പ്ലസ് M1 M2 പ്ലസ് N1 N2 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. പിന്നെ അടുത്ത രണ്ട് ലൈനിൻ്റെ എടുക്കുക, പിന്നെ ഫസ്റ്റും ലാസ്റ്റും എടുക്കുക, എന്നിട്ട് 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എഴുതണം ദീസ് ത്രീ ലൈൻസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. Am I correct? Understood? Okay, students. Second question we will see in the next class. Okay, until then, bye bye.